പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. സ്കൂളിലേക്ക് MSF മാർച്ച് നടത്തി. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് MSF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബാരിക്കേഡുകൾ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കുറ്റക്കാരായ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും MSF നേതാക്കൾ പറഞ്ഞു. അധ്യാപകരുടെ ഭാഗത്തുനിന്നും സ്കൂൾ മാനേജറിന്റെ ഭാഗത്തുനിന്നും വലിയ വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം പോലും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു മെസ്സേജോ കാര്യങ്ങളോ മറ്റൊന്നും പോയിട്ടില്ല. അതിലൊക്കെ വലിയ ദുരൂഹത ആ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിന്റെ ദുരൂഹതയെ പുറത്ത് മാത്രമാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും കെട്ടിച്ചമച്ച വാർത്തകളല്ല. ഒരു അച്ഛനും ഒരു അമ്മക്കും വന്ന വേദനയുടെ ഭാഗമായിട്ടാണ് MSF ഇവിടെ നിലകൊണ്ടിട്ടുള്ളത്. ഈ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട്, ഈ വിദ്യാർത്ഥിക്കും വേണ്ടിയിട്ടുള്ള ഒരു കുരുന്നു ജീവന് വേണ്ടിയിട്ടുള്ള സമരപ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ നടന്നത്. ഇത് വെറും ഒരു പ്രതിഷേധം മാത്രമായിട്ടാണ് നടന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഇതിനൊന്നും പരിഹാരം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ അകത്തളത്തിൽ കയറിയിട്ട് തന്നെ MSFന്റെ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ നടക്കുന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. MSFന്റെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇവിടുത്തെ അധികാരികളും പോലീസും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉടൻ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് നീങ്ങും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടുതൽ പരാതികളും അതുപോലെ പുതിയ സർക്കാർ വരാൻ പോവാണ്. ഉന്നതപ്പെട്ട അധികാരികൾക്കും ആഭ്യന്തര വകുപ്പിനൊക്കെ ഉടൻ പരാതികളുമായിട്ട് MSF മുന്നിൽ തന്നെ ഉണ്ടാകും. ആ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും ഓരോ വിദ്യാർത്ഥികൾക്കും പ്രസന്റേഷൻ സ്കൂൾ ഉൾപ്പെടെ പെരിന്തൽമണ്ണയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് MSF എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന കാലത്തും MSF ഉണ്ടാവുന്നുള്ളത് ഉറപ്പിച്ച് പറയാണ്. മുനിസിപ്പൽ MSF പ്രസിഡന്റ് ഹുദൈഫ, സെക്രട്ടറി അൻസാർ, ഭാരവാഹികളായ അഷ്ഫാഖ്, റിഷാം, അസ്ലഹ്, നിയോജകമണ്ഡലം MSF ഭാരവാഹികളായ ഹംദാൻ, ആദിൽ റിഷൂഖ്, ജില്ലാ പ്രവർത്തക സമിതി അംഗം ആദിൽ ഇടുവമ്പൽ, മറ്റ് ഭാരവാഹികളായ യാസിർ, നസീഫ്, നാഷിദ്, ബാസിദ്, സിൽജാസ്, മുസ്ലിം ലീഗ് നേതാക്കളായ പച്ചേരി ഫാറൂഖ്, ഹബീബ് മണ്ണേങ്ങൽ എന്നിവരും യൂത്ത് ലീഗ് നേതാക്കളായ റാഷിഖ്, ബാസിംഗ്, ഹഫാർ തുടങ്ങിയവരും സമരത്തിന് നേതൃത്വം നൽകി. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.